ഹായ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ ബാൾസം ചെടികളിലെല്ലാം നിറയെ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ് മെച്യൂർഡ് ആവുന്നതിനനുസരിച്ച് പൂക്കളുടെ എണ്ണം കൂടിക്കൂടി വരും. അതാണ് ഈ ചൈനീസ് ബാൾസത്തിൻ്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ ചൈനീസ് ബാൾസം തന്നെയാണ്. ഇതുപോലുള്ള പൂക്കളൊക്കെ കണ്ടാൽ ആരും ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടു പോകും. പിന്നെ പലർക്കും പല നിറങ്ങളോടായിരിക്കും ഇഷ്ടം. എന്നാൽ ഈ പൂക്കൾ കണ്ടാൽ നമുക്ക് എല്ലാ നിറങ്ങളോടും ഇഷ്ടം തോന്നും. ഈ ബാൾസം പ്ലാന്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് 10 കളറിൻ്റെ ജിഫി പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ട് ആദ്യം ആവശ്യപ്പെട്ട ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം. ഇനി നമുക്ക് പ്ലാന്റ്സ് റെഡി ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ആദ്യം വരുന്ന ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കും. പിന്നെ ഞാൻ കുറേ ദിവസം മുമ്പ് മെസ്സേജ് അയച്ചതല്ലേ, പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചില്ല എന്നൊന്നും ആരും അങ്ങനെയുള്ള പരാതിയൊന്നും പറയരുത്. കാരണം നമുക്ക് ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് മെസ്സേജ് അയക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നതായിരിക്കും. സെയിലിന് റെഡി ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ഇതാണ്. ഈ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ നട്ടു വെച്ചിട്ട് ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കട്ടിങ് വെക്കുന്നു, അതിൽ റൂട്ട് വരുന്നു, സെയിൽ ചെയ്യുന്നു. ഇത് നിങ്ങൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് റീപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം ഇതിലിപ്പോൾ വന്നിട്ടുള്ള റൂട്ട്സ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റൂട്ട്സാണ്. അപ്പോൾ അതൊന്ന് മെച്യൂർഡ് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അതിനെ റിപ്പോർട്ട് ചെയ്യാൻ. ഇതുപോലെ മണ്ണിൽ നട്ടുപിടിപ്പിച്ച പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ റൂട്ട് കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുണ്ടാകും, പ്ലാന്റും മെച്യൂർഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഡയറക്റ്റ് മണ്ണിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ വേഗം പിടിച്ച് കിട്ടും. പുതിയ ജിഫി പ്ലാന്റ്സ് ആകുമ്പോൾ അതിൻ്റെ വാട്ടറിങ്ങും അതുപോലെ തന്നെ പോട്ടമിക്സ് ഒന്നും കറക്റ്റ് ആയില്ലെങ്കിൽ പ്ലാന്റ് ചിലപ്പോൾ പെട്ടെന്ന് അഴുകി പോവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെ പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യാതെ ഒരു 1 മന്ത് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും പ്ലാന്റ് ഇതുപോലെ മെച്യൂർഡായി കിട്ടും. അതിനുശേഷം നല്ല പോട്ടമിക്സ് ഒക്കെ റെഡിയാക്കിയിട്ട് റീപ്പോർട്ട് ചെയ്താൽ ആ പ്ലാന്റ് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി ഈ പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ഇതുപോലുള്ള ട്രേകളിൽ വെക്കാം. അതല്ലെങ്കിൽ ചെറിയൊരു ബേസിൻ എടുത്തിട്ട് അതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൽ ജിഫി ഇറക്കി വെക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അതായത് ജിഫി എപ്പോഴും നനവോട് കൂടി ഇരിക്കണം. അപ്പോഴാണ് അതിൻ്റെ റൂട്ട് പെട്ടെന്ന് വളരുള്ളൂ. ഇനി അതല്ലെങ്കിൽ പുറത്ത് മറ്റ് ചെടികളുള്ള മണ്ണിൽ, മറ്റ് ചെടിച്ചട്ടികളിൽ ആ മണ്ണിൽ വെറുതെ നിരത്തി വെച്ചാൽ മതി. എന്നിട്ട് നനച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ചെറിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവിടുത്തെ ക്ലൈമറ്റായിട്ട് പ്ലാന്റ് അഡ്ജസ്റ്റ് ആവും. ഈ ബാൾസം പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് നമ്മുടെ ഈ ചാനലിൽ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കെയറിങ് അറിയാത്തവർക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പ്ലാന്റിന് കൊടുക്കേണ്ട വളങ്ങൾ, ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, എന്തെല്ലാം രീതിയിൽ, ഏതൊക്കെ രീതിയിൽ വളങ്ങൾ കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാർട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ.